ശേഷം ഇറങ്ങിയപ്പം ധ്യാൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിലിന് വിഷമമായിട്ട് അവൻ ലോഡ്ജ് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആൾക്കാർ കമന്റിൽ വന്ന് പറയുന്നത് ധ്യാൻ ഇപ്പം ഇത് കണ്ടിട്ട് ധ്യാൻ ലോഡ്ജ് എടുത്തിട്ട് ഇപ്പം ഒറ്റയ്ക്കിരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെപ്പറ്റി ഇല്ല, ധ്യാൻ നമ്മൾ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ അതൊക്കെ സക്സസ് ആവുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ബിക്കോസ് നമ്മളും കൂടെ പാർട്ടായിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. നമുക്ക് നമ്മളുടെ ഒരു സിനിമ അതുപോലെ എല്ലാവരും ആൾക്കാർ സ്വീകരിക്കുന്നു, അതുപോലെ എൻജോയ് ചെയ്യുന്നത് വലിയ മൗത്ത് പബ്ലിസിറ്റിയാണ് ഈ സിനിമയുടെ മെയിനായിട്ട് നടന്നിരിക്കുന്നത്. കാരണം കണ്ടവരെല്ലാവരും അഭിപ്രായം പറയുന്നു, ഇഷ്ടപ്പെടുന്നു, അവർ ചിരിക്കുന്നു, അവർ ഫാമിലിയായിട്ട് പോയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കാണാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ പബ്ലിസിറ്റി എന്നാണ് ഞാൻ കിട്ടുന്നുണ്ട്. എനിക്ക് ആ വൈബിൽ എല്ലാവരും വരുന്നുണ്ട്. അത് നമ്മുടെ സിനിമ എന്താണ് ഉദ്ദേശിച്ചത് അതിലോട്ട് എല്ലാവരും കാണുന്നുണ്ട്. അത് പ്രേക്ഷകരുടെ ഒരു ഭാഗത്തുനിന്നുള്ള അഭിപ്രായം എല്ലാം എനിക്ക് പോസിറ്റീവായിട്ടായിരുന്നു. നെഗറ്റീവ്സ് ഉണ്ടാവുന്നുണ്ട്, സ്വാഭാവികം. അത് ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കും, പക്ഷെ എന്നാലും മെജോറിറ്റിക്ക് അത് ഇഷ്ടപ്പെടുന്നതിൽ സന്തോഷമുണ്ട്. പറയുന്നുണ്ട് ഞാൻ എടുത്തു വെച്ച കോമഡി പ്രേക്ഷകർ ചിരിച്ചാലേ കോമഡി സിനിമയുള്ളൂ, അല്ലെങ്കിൽ ഇതൊരു കോമഡി സിനിമ അല്ലെന്ന്. ശരിക്കും ഇതൊരു കോമഡി സിനിമയാണ്. അത് പ്രേക്ഷകർ പറയട്ടെ. ആണ് ഈ കണ്ടിടത്തോളം അങ്ങനെയാണ്. ഒരു ഇതൊക്കെ ചിരിക്കുന്നുണ്ടല്ലോ. അടുത്ത പടം ഉടനെ പ്രതീക്ഷിക്കാവോ? ഇല്ല, എഴുത്തൊക്കെ നടക്കുന്നുണ്ട്, സമയം എടുക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും പടം വിജയമാട്ടോ. താങ്ക് യു. എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഇതിന്റെ ഡയറക്ടർ വിപിൻ ചേട്ടൻ, അദ്ദേഹമാണ് ജയ ജയ ഹേ ഡയറക്ട് ചെയ്ത ആളാണ് വിപിൻ ചേട്ടൻ. വിപിൻ ചേട്ടൻ്റെ 4ാമത്തെ സിനിമയാണിത്. അശ്വിനി ആ ഫ്ലോ ഇത് വിപിൻ ചേട്ടൻ്റെ വൈഫാണ്. ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ് അശ്വതി. വിപിൻ ചേട്ടൻ്റെ മോൾ ഇതാ അഴകിയ ലൈല ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അനിയനായിട്ട് അഭിനയിച്ച സാഫ് വലിയ കളികൾ. ഇത് ആഷിക്ക് കൂട്ടുകാരനായിട്ട് അഭിനയിച്ചാണ്. ഇത് സിജു സണ്ണി, മറ്റൊരു സുഹൃത്ത്. സൈക്കോ ജോമോൻ, കിളി സയൻസ് ജോമോൻ. കണ്ടില്ല സോറി അഖിൽ. പിന്നെ ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ്ക, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിലെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഡോണിന്റെ ശരവണന്റെ ഡോണിന്റെ വലങ്കൈ, അത് വലങ്കൈ അപ്പുറത്ത് ഇതാ റിനി ചേട്ടൻ. പിന്നെ അതിൽ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ ഒരുപാട് സന്തോഷം വീണ്ടും എല്ലാവരും ഒരുമിച്ച് ഇവിടെ തിയേറ്ററിൽ വന്ന ഇങ്ങനെ ഒരു വളരെ സന്തോഷം. ഓക്കെ, എല്ലാവരും താങ്ക് യു. വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? പടം കണ്ടോ രാജേട്ടൻ? പടം റിലീസിന്റെ മുമ്പ് കണ്ടു, റിലീസിന് ശേഷം കണ്ടു. റിലീസിന് ശേഷം കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു, ഷൂട്ടിലാണ്. ഈ കമന്റുകളിലെല്ലാം ഒരു സൂപ്പർ സ്റ്റാറായി മാറുകയാണോ ബേസിൽ നിന്നാണ് ചോദിക്കുന്നത്. എന്താ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയപ്പം ധ്യാൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിലിന് വിഷമമായിട്ട് അവൻ ലോഡ്ജ് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആൾക്കാർ കമന്റിൽ വന്ന് പറയുന്നത് ധ്യാൻ ഇപ്പം ഇത് കണ്ടിട്ട് ധ്യാൻ ലോഡ്ജ് എടുത്തിട്ട് ഇപ്പം ഒറ്റയ്ക്കിരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെപ്പറ്റി ഇല്ല, ധ്യാൻ ഇന്നലെ ഞാൻ വായിച്ചിട്ട് ഇല്ല, ധ്യാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായി, കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വിളിച്ചായിരുന്നു. കണ്ടായിരുന്നു പുള്ളി പടം കണ്ടോ? അവൻ കണ്ടിട്ടില്ല, പക്ഷെ ഒരു താല്പര്യമില്ല. എന്നാലും ഓക്കേടാ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു. ചേട്ടൻ എന്തെങ്കിലും പറയണമെങ്കിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നിഖില എന്തെങ്കിലും പറഞ്ഞു, 2 തല്ലടി.